നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ ലൈഫ് എത്ര ബ്യൂട്ടിഫുള്ളാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനൊരു ലെസൺ പഠിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് എൻ്റെ ലൈഫിൽ. അപ്പം വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ. സോ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് ഒരു ഉച്ച സമയം തൊട്ട് വൈകുന്നേരം വരെ ചെയ്തു എന്നാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. നേരെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനായിരുന്നു. ഞാനൊരു ഹ്യൂജ് അച്ചാർ ഫാനാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നുകൊണ്ട് അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ പറക്കി പറക്കി എടുത്ത് കഴിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് അരി അവിടെ വേകുന്നുണ്ടായിരുന്നു. പിന്നെ ചോറ് റെഡിയായി. നമുക്ക് ചിക്കനും കോവയ്ക്ക മെഴുക്കൂട്ടിയും തൈരും അച്ചാറൊക്കെ കൂട്ടി ഒരു നല്ല പിടുത്തം പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം നമ്മളൊരു യോഗേട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര യോഗേട്ട് ഫാനൊന്നുമല്ല, പക്ഷേ എനിക്ക് വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അത് പിന്നെ നമ്മൾ പുറത്ത് വൈകുന്നേരം പോയി ഒരു 6:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പോൾ ഒരു ചെടി അവിടെ ഇരിക്കുന്നത് കണ്ട് ഇപ്പോൾ കൊണ്ടുവച്ചാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിപ്പം തന്നെ പോവുകയാണ് കടയിലേക്ക്. അപ്പോൾ എന്ത് മേടിക്കണമെന്ന് അറിയാതെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് അങ്ങനെയുള്ള മൂഡില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ വേണം. അങ്ങനെ ഞാൻ പോയപ്പോൾ കണ്ണി കണ്ട സാധനം എല്ലാം എടുത്തു. ഈ മാരി ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ എടുത്തു. ആ മുറുക്ക് കണ്ടപ്പോൾ നാട്ടിലെ മുറുക്കാന്ന് പറഞ്ഞ് എടുത്തു. അത് എൻ്റെ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ പണ്ടെപ്പോഴും മമ്മി മേടിച്ച് തന്നു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് എന്നും പറഞ്ഞു അതും എടുത്ത്. എല്ലാം ഒരു നൊസ്റ്റാളജിയുടെ മറിമായ കളിയായിരുന്നു. പിന്നെ മൂഡ് സ്വിങ്സിന് വേണ്ടി ഡാർക്ക് ചോക്ലേറ്റും എടുത്തുകൊണ്ട് വന്നു. അപ്പം അത്രയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂട്ടത്തിൽ ഞാൻ പനീറും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ പനീർ കഴിക്കാൻ ഭയങ്കര കൊതിയായി. അതിന് ശേഷം നമ്മളൊരു ചായ ഇട്ടങ്ങോട്ട് കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയാലോ. പിന്നെ എനിക്കൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 o'clock ആയപ്പോഴാണ് ഞാൻ എൻ്റെ ചായ കുടിച്ച്